ഇന്നലെ മണിക്കൂറുകളോളം ഇരുട്ടിലായ തിരുവനന്തപുരം SAT ആശുപത്രിയിലെ വൈദ്യുതി ഉപകരണങ്ങൾ ക്ലാവ് പിടിച്ച നിലയിൽ. ക്ലാവ് പിടിച്ച ഉപകരണങ്ങളുടെ ദൃശ്യങ്ങൾ 24-ന്. താഴ്ന്ന നിരപ്പിൽ ഇലക്ട്രിക് റൂം സ്ഥാപിച്ചതും ഉപകരണങ്ങൾ കേടുവരാൻ കാരണമായെന്ന് KCB പറയുന്നു. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് ഈ KCB ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ? വേണു, ഇന്നലെ നമുക്കറിയാം ഏതാണ്ട് 3 മണിക്കൂറോളം ഈ SAT ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങിയിരുന്നു. ആ വൈദ്യുതി മുടക്കുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ KSEBയുടെ ഒരു വിശദീകരണം കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ അത്തരത്തിലൊരു വിശദീകരണം നൽകിയിരുന്നതാണ്. ഇവിടുത്തെ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് ഈ PWD ഇലക്ട്രിക്കൽ വിഭാഗമാണ്. അവരാണ് ഈ യൂണിറ്റിലേക്കുള്ള വൈദ്യുതിയൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഈ ഇൻഡോർ സബ്സ്റ്റേഷനിലെ VCB, അതായത് ഈ വാക്വം സർക്യൂട്ട് ബ്രേക്കർ, അത് ക്ലാവ് പിടിച്ച അവസ്ഥയിലായതാണ് വൈദ്യുതി മുടങ്ങിയതിന്റെ പ്രധാന കാരണം. ഇതിന്റെ ചുമതല PWDക്കാണ് എന്നുള്ളതാണ് KSEB നൽകുന്ന വിശദീകരണം. അത് ഈ ക്ലാവ് പിടിച്ചതിന് ആ തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 2 ദിവസമായി ഇവിടെ ജനറേറ്ററാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ജനറേറ്റർ ഇന്നലെ ഈ ഓവർലോഡായി, അതായത് കൂടുതൽ കറണ്ട് വന്ന സമയത്ത് ഓവർലോഡായി ആയതാണ് ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങാൻ കാരണമായത് എന്നുള്ളതാണ് ഒരു വിശദീകരണം. അത് അഴിച്ചു നന്നാക്കുന്നതിനിടയിൽ ആ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മറ്റൊരു ജനറേറ്റർ ഇവിടെ സ്ഥാപിക്കാനും കഴിഞ്ഞില്ല എന്നും KSEB വിശദീകരണം നൽകുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ 7:30 കൂടി പൂർണ്ണമായും ഈ യൂണിറ്റിലേക്കുള്ള വൈദ്യുതി തടസ്സപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ KSEB നൽകുന്ന മറ്റൊരു വിശദീകരണം, ഈ ആശുപത്രിയിൽ ഈ HLL അനുവദിച്ച് നൽകിയ ഒരു ജനറേറ്റർ ഉണ്ട്. അത് കാലങ്ങളായി ഉപയോഗിക്കാതിരുന്ന ഒന്നാണ്. അത് ഹാൻഡ് ഓവർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ജനറേറ്റർ കമ്മീഷൻ ചെയ്യാതിരുന്നത് വൈദ്യുതി മുടക്കത്തിന് ആക്കം കൂട്ടി എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ജനറേറ്റർ കമ്മീഷൻ ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ വൈദ്യുതി പ്രതിസന്ധി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.